താരപ്പകിട്ടിലേക്ക് സ്വാഗതം. ഒരുപാട് നല്ല സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ച സംവിധായകൻ ജയരാജാണ് ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കിടുന്നത്. തൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ വീരത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ. ഓൾ ദി ബെസ്റ്റ് ഫോർ വീരം. വീരമെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നവരസത്തിലുണ്ട്. ഇതിനു മുമ്പ് ശാന്തം, കരുണം. എന്നാണ് ഈ വീരം മനസ്സിൽ ആദ്യമായിട്ട് വന്നത്? വീരം ആണ് എൻ്റെ സ്വപ്ന ചിത്രം. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം മനസ്സിൽ താലോലിച്ചിട്ടുള്ള ഒരു സിനിമ വീരമാണ്. അതിന് തോന്നലുമായിട്ട് ഒരു 5 വർഷത്തോളം. 5 വർഷത്തെ കാമുകിയാണ് വീരം. അതെന്താണെന്ന് വെച്ചാൽ ഈ ആദ്യം മനസ്സിലോ മാക്ബത്ത്. അപ്പോൾ മാക്ബത്ത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ചിന്ത. എങ്ങനെ അപ്പം ചന്തുവിലേക്ക് വന്നു? മാക്ബത്തിൽ ഒരു പറ്റുന്ന പശ്ചാത്തലം വേണം. അങ്ങനെ ഞാൻ കളരിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിലെ ആദ്യത്തെ ആയോധന വിദ്യയാണ് കളരി. അപ്പോൾ കളരിയിൽ പറയാം മാക്ബത്തിൻ്റെ കഥ എന്ന് വിചാരിച്ചു. അപ്പോൾ കളരിയിലൂടെ നമ്മളിങ്ങനെ കൂടുതൽ റിസർച്ച് ചെയ്യുമ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് വടക്കൻ പാട്ടുകളിലാണ്. അപ്പോൾ വടക്കൻ പാട്ടുകൾ നമ്മൾ നോക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട കഥകൾ മുഴുവൻ ആരോമലും ചന്തുവും അരിങ്ങോട്ടരും ഉണ്ണിയാർച്ചയൊക്കെ ചേർന്നിട്ടുള്ള കഥയാണ്. ആ കഥ മുഴുവൻ നിലനിൽക്കുന്നത് ചന്തുവിൻ്റെ ചതിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പാണൻ പാടി നടന്ന കഥകൾ മുഴുവൻ, അല്ലെങ്കിൽ അതിലെല്ലാം ഏറ്റവും മുഴങ്ങി നിന്നത് മച്ചനും ചന്തു, ചതിയൻ ചന്തു എന്നാണ്. അപ്പോൾ ചന്തുവിൻ്റെ കഥ പറഞ്ഞ് മാക്ബത്തിലേക്ക് വരുമ്പോഴാണ് പെട്ടെന്ന് മനസ്സിലാവുന്നത് മാക്ബത്തിൻ്റെ ചതിയാണല്ലോ ഷേക്സ്പിയരിയൻ നാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തം. അപ്പോൾ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ചതിയൻ മാക്ബത്താണ്. അപ്പോൾ മാക്ബത്തിന് സമാനമായ പറ്റിയൊരു ചതിയനെ കിട്ടി. അത് മലയാളത്തിലും നമുക്ക് നമ്മളുടെ വടക്കൻ പാട്ടുകളിലുണ്ട്. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ചിന്തയിൽ. ഈ ഓരോ സമാനതകളും, അല്ലെങ്കിൽ ഷേക്സ്പിയരിയൻ നാടകത്തിലെ പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങൾ മുഴുവൻ വടക്കൻ പാട്ടിലെ ചന്തുവിൻ്റെ കഥയിലുമുണ്ട്. 5 വർഷം കൊണ്ട് നടന്നു ഇത്രയും ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇത്രയും ഒരു ഗ്യാപ്പ് വന്നതെന്ന് വെച്ചാൽ, ഈ ഒരു ഡ്രീം കം ട്രൂ എന്ന് പറയുന്ന ഇതിനെ ഒന്ന് സാക്ഷാത്കരിക്കാൻ? കാരണം ഞാനത് കാത്തിരുന്നില്ല. 5 വർഷം ഞാൻ മനസ്സിൽ കൊണ്ടു നടന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ വേറെ സിനിമ ചെയ്തു. ഒറ്റയാളൊക്കെ ഞാൻ ചെയ്ത് അതിന് ശേഷമാണ് ചെയ്തത്. പക്ഷേ ഇത് ചെയ്യണമെങ്കിൽ ഞാൻ ആലോചിച്ചപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റോറി ബോർഡൊക്കെ പ്രിപ്പയർ ചെയ്തു. അതിൻ്റെ ലൊക്കേഷനിൽ ഞാൻ പോയി, അജന്ത റിസർച്ച് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ നമുക്ക് വേണ്ടത് ഇതിന് മുതൽ മുടക്കാനുള്ള ഒരു നിർമ്മാതാവാണ്. അപ്പം ഇത് ചെയ്യുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ടെക്നിക്കൽ പെർഫെക്ഷനോട് കൂടി തന്നെ ചെയ്യേണ്ട സിനിമയാണ്. കോംപ്രമൈസ്. പക്ഷെ അങ്ങനെയാണ് ഒരു സുഹൃത്താണ് പ്രൊഡ്യൂസറായി വന്നത്. അതെ, ചന്ദ്രമോഹൻ ദീപിള്ള. ഇപ്പോൾ ചന്ദ്രമോഹനും അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ് പ്രദീപ് രാജൻ. ഇവർ ഞാൻ രണ്ടുപേരോട് ചേർന്നിട്ടാണ് സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചന്ദ്രമോഹൻ 25 വർഷം മുമ്പാണ് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുള്ളത്. ബാല്യകാല സുഹൃത്താണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഞാൻ ഭരതേട്ടനോട് വർക്ക് ചെയ്യുന്നു. മോഹൻജി ദുബൈയിൽ ഒരു ജോലി അന്വേഷിച്ച് നടക്കുന്നു. ഞങ്ങൾ യാദൃച്ഛികമായിട്ട് മദ്രാസിൽ വെച്ച് കണ്ട എൻ്റെ കോമൺ ഫ്രണ്ടാണ് സന്തോഷിൻ്റെ വീട്ടിൽ വെച്ച് കണ്ടപ്പോൾ. പക്ഷേ 25 കൊല്ലത്തിന് ശേഷം ഇങ്ങനൊരു ഉദ്യമമായിട്ട് ഇങ്ങോട്ട് വരിക എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതമാണ്. അത് കാരണം ഞാൻ അന്ന് വെറുതെ ഇങ്ങനെ സാധാരണ ഒരു സായാഹ്നത്തിൽ എന്നോട് പറഞ്ഞു, ഞാൻ ദുബൈയിൽ ജോലി അന്വേഷിച്ച് പോവാണ്, ഞാൻ ഒരുപാട് പൈസ ഉണ്ടാക്കിയ ഒരു പടം എനിക്ക് വേണ്ടി ചെയ്തു തരണം, ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞു, ഞാൻ മറന്നു. ഈ ഒറ്റാൽ കഴിഞ്ഞിട്ട് ഒറ്റാലിൻ്റെ ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉള്ളൊരു ഇൻ്റർവ്യൂവിൽ എന്നോട് ചോദിച്ചു അടുത്ത സിനിമയാണ്. ഞാൻ പറഞ്ഞു എന്തായാലും വീരാണ് ചെയ്യാൻ പോകുന്നത്. അത് ആരാണ് പ്രൊഡ്യൂസർ എന്ന് ഏതൊരു ഇൻ്റർവ്യൂ. പ്രൊഡ്യൂസറായിട്ടില്ല, ഞാൻ ചെയ്യും, ഒക്ടോബറിൽ ഷൂട്ടിംഗ് തുടങ്ങും. അങ്ങനെ ആ ഇൻ്റർവ്യൂ അദ്ദേഹം കണ്ടു. മോഹൻജി ദോഹയിലാണ്, ഖത്തറിൽ. അപ്പോൾ അവിടുന്ന് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ഫോൺ എടുത്തില്ല, എനിക്കറിയില്ലായിരുന്നു, അറിയാത്ത നമ്പറാണ്. അപ്പോൾ എനിക്കൊരു മെസ്സേജ് ഇട്ടു, ഞാൻ ചന്ദ്രമോഹനാണ്, പണ്ട് നിങ്ങളുടെ ഒരു സുഹൃത്തായിരുന്നു, എനിക്ക് ഒരു സിനിമ ചെയ്യാൻ കൊള്ളുന്ന ആഗ്രഹമുണ്ട്. ഇല്ല, വന്നില്ല, എനിക്ക് അത്ര കാലമായില്ല. അങ്ങനെ അദ്ദേഹം ഞാൻ പറഞ്ഞു ഞാൻ വരുന്നുണ്ട്, നേരിട്ട് കാണാം. നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് മോഹം ഒരു ഓർമ്മ വരുന്നില്ല. കാരണം അന്ന് താടിയൊന്നുമില്ല, ഇപ്പോൾ താടിയൊക്കെ വന്നു. ഞാൻ കഥ പറഞ്ഞു, ഇങ്ങനെ മാക്ബത്ത് കഥ മുഴുവൻ കേട്ടിട്ട് ചോദിച്ചു എങ്ങനെയാണ് ബഡ്ജറ്റ്. ഞാൻ പറഞ്ഞത് ഒരുപാട് കോസ്റ്റ് ആവും,
കാരണം ഈ ഹോളിവുഡിലെ ടെക്നീഷ്യൻസൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പെർഫെക്ഷനോട് കൂടി ചെയ്യേണ്ട ഒരു ചിത്രമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക്, ജയൻ പ്രൊസീഡ് ചെയ്തോളൂ. ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് അമേരിക്കയിൽ പോകേണ്ടി വരും, ഹോളിവുഡിൽ പോകേണ്ടി വരും, പ്രൊസീഡ് ചെയ്തോളൂ, ബാക്കി ഞങ്ങൾ കൂടെയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരാൾ നമ്മളോട് സപ്പോർട്ടീവായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ. ഒരാഴ്ചക്ക് അദ്ദേഹം അമേരിക്കയ്ക്ക് പോവുകയാണ്. സ്റ്റോറി ബോർഡും സ്ക്രിപ്റ്റുമായിട്ട് പോകുന്നു. അവിടെ ഓരോ ടെക്നീഷ്യൻസിനും നമ്മൾ കാണുന്നു. ജെഫ്രോണ മ്യൂസിക്, അലൻ പോപ്പൽട്ടൺ സ്റ്റൺ കോറിയോഗ്രാഫർ, ട്രഫർ പ്രൗഡ് മേക്കപ്പ് മാൻ, പിന്നെ കളർ സൂപ്പർവൈസർ ജെഫോല, ഇത്രയും പേരെ നമ്മൾ അസൈൻ ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ ഓരോന്നോരോന്നായിട്ട് ഇത് തുടങ്ങുകയാണ്. കാസ്റ്റിങ്ങും അങ്ങനെ സെക്ഷൻ, അങ്ങനെ എല്ലാം ടോട്ടലി എല്ലാം കൂടെ ഒരു 2 വർഷത്തിനടുത്തെത്തും. ഇത് ഈ കാലത്ത് ബന്ധങ്ങൾ ശിഥിലമാവുന്നു എന്ന് നമ്മൾ പറയുന്ന കാലത്ത് ഇങ്ങനെ വാക്കുകൾ പാലിക്കുന്ന ഒരു സുഹൃത്ത് ഓർത്ത് ഇങ്ങോട്ട് വരിക എന്നൊക്കെ പറയുമ്പോൾ അത്ഭുതം തന്നെയാണ്. മോഹൻജി ഒരു ഒരുപാട് ക്വാളിറ്റീസ് ഉള്ളൊരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു ഒരു ജയേട്ടൻ മറന്നുപോയെങ്കിലും ജയേട്ടൻ്റെ സിനിമകളുടെ കൂടെ അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട്. അത് തന്നെ സത്യം. അപ്പം അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ഷാജി കൈലാസ്. അപ്പോൾ ഷാജി പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് നമുക്കൊരു പ്രോജക്റ്റ് ചെയ്താലോ. പുള്ളി അന്ന് അവരോട് പറഞ്ഞു ഞാൻ ചെയ്യുകയാണെ ജയന വെച്ചാൽ ചെയ്യുള്ളൂ, ജയനോട്ട്. അപ്പോൾ ജയന അറിയുമെന്ന് ചോദിച്ചു, ജയന അറിയില്ല എന്ന് പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു സൗഹൃദം, അതും ഒരു സുഹൃത്ത് നമ്മളുടെ സ്വപ്നത്തിന് കൂട്ടു നിൽക്കുക എന്ന് പറയുമ്പം അതൊരു ഉത്തരവാദിത്വം, അതുപോലൊപ്പം തന്നെ അതൊരു ഫ്രീഡമാണ്. ഇന്ന് സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ടൈറ്റിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നമ്മൾ മലയാളത്തിൽ മാറി ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുന്നു, ചിലത് മലയാളത്തിൻ്റെ തനത് ശൈലിയിൽ തന്നെ. അതൊരു വലിയ ടാസ്ക്കാണ്. എന്നാണ് വീരമാണ് എൻ്റെ സിനിമ എന്ന് തോന്നി? എന്നാണ് വീരം എന്ന പേര്? ഈ നവരസങ്ങളിൽ സിനിമ എന്നുള്ള അതിൻ്റെ ഒരു കോൺസെപ്റ്റാണ്. അതിൽ ശാന്തമായി കരുണം ആദ്യം ചെയ്തു, ശാന്തം ചെയ്തു, ബീഭത്സം ചെയ്തു, അത്ഭുതം ചെയ്തു. അപ്പോൾ അടുത്തത് വീരം എന്നുള്ള മനസ്സിൽ വിചാരം. അപ്പം മാക്ബത്തിനോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന രസം വീരമാണ്. മാക്ബത്തും വീരത്തിൻ്റെ പ്രതീകമാണ്. അവസാന നിമിഷം വരെ പോരാടുന്നു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ട്രാജഡി ഓഫ് അംബീഷനാണ് മാക്ബത്തിൻ്റെ മുഖ്യമായിട്ട് പറയുന്നത് എക്സ്പ്രഷൻ. എന്നാൽ കൂടെ അവസാനം വരെയും മാക്ബത്ത് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ചന്തു അതുപോലെ തന്നെ സെയിമാണ്. കാരണം ഈ 2 സ്ത്രീകളുടെ ഇടയിലാണ് ചന്തുവിൻ്റെ പൊസിഷൻ. കാരണം ഉണ്ണിയാർച്ച പറയുന്നു ആരോമൽ അംഗം ജയിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് പെണ്ണായിരിക്കുക എന്ന് പറയും, എൻ്റെ ഭർത്താവിനെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നുണ്ട്. അതേപോലെ കുട്ടിമാണി അരിങ്ങോടൊരു അംഗം ജയിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ ഇപ്പം തന്നെ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ കുട്ടിമാണിയെ പറ്റി പറയുന്നത് മുടിയിൽ കൊടി കെട്ടിയ കുട്ടിമാണി, സൗന്ദര്യത്തിന് വിശേഷണമാണ്. അതുപോലെ കുഞ്ഞുണ്ണൂലി അരിങ്ങോടൊരു മകളാണ്. അവൾ ഇരുട്ട തൊളിമിന്നും കുഞ്ഞുണ്ണൂലി, അങ്ങനെ എക്സ്പ്രസീവ് ആയിട്ടാണ് ഇവരെക്കുറിച്ച് പറയുന്നത്. എത്രത്തോളം കാസ്റ്റിങ്ങിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? കാസ്റ്റിങ് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. കളരിയാണ് പ്രധാനം. പിന്നെ ലോകത്തിലുള്ള മറ്റ് സിനിമകളോട് നമ്മൾ കോമ്പറ്റ് ചെയ്യണം. അപ്പം ആഹാര സൗഷ്ടം, പിന്നെ ഇവരുടെ യോദ്ധാക്കളും തോന്നണം, മെയ്വഴക്കം വേണം, കളരി നന്നായിട്ട് അറിയാവുന്നവരായിരിക്കണം, അതിനുവേണ്ടി സമയം നമുക്ക് വേണ്ടി സ്പെയർ ചെയ്യാനുള്ളവരായിരിക്കണം, എല്ലാം കൂടെ ഒന്നിച്ച് വരണം. അതെ, അങ്ങനെയാണ് ഒരുപാട് പേരെ ഞങ്ങൾ ഇതിൽ ഓഡിഷനിലൂടെ നോക്കി അങ്ങനെ കണ്ടെത്തിയതാണ് കുനാൽ. അപ്പോൾ കാസ്റ്റിംഗ് ഡയറക്ടർ വഴിയാണ് കുനാലിലെത്തുന്നത്. കുനാലിൻ്റെ അപ്പിയറൻസ് എനിക്ക് ഇഷ്ടമാണ്. കുനാലിനൊരു യൂണിവേഴ്സൽ അപ്പീലുണ്ട്. പിന്നെ അയാൾ റെഡിയാണ്, 6 മാസത്തോളം കളരി പഠിക്കാൻ റെഡിയാണ്. പിന്നെ ശിവജിത്ത് നമ്പ്യാരും, നമ്മുടെ കണ്ണൂക്കാരൻ ശിവജിത്ത് ഉണ്ട്. പിന്നെ ഡിവീന ടാക്കൂർ ആൻഡ് ഹിമാർഷ, ഇവരെല്ലാവരും കളരി 6-7 മാസം പഠിക്കുകയും ഡയലോഗ്സ് പഠിക്കുകയും അങ്ങനെ ഇതിലേക്ക് മാറുകയാണ്. അപ്പോൾ ഇതൊരു വലിയൊരു പ്രോസസ്സ് ഇതിൻ്റെ പിന്നിലുണ്ട്. റിസർച്ച് ഉണ്ട്, ഒരു കഠിനാധ്വാനം തന്നെ ഉണ്ട്. ഇതിനൊക്കെ ഡബ് ചെയ്തതൊക്കെ ഇവിടെ അതോ മലയാളത്തില്? അപ്പോൾ ഇതിനകത്ത് ഡയലക്റ്റ്, അതായത് ആ ഒരു സ്ലാങ്, ആ ഒരു ഡിക്ഷൻ ഒക്കെ വരണ്ടേ? അപ്പോൾ ഇതിൽ ഡയലോഗ് എഴുതി തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ എം.ആർ.ആർ. വാര്യരാണ് ഡയലോഗ് എഴുതുന്നത്. അദ്ദേഹം ഒരു ചരിത്രത്തിൽ വ്യക്തമായ അറിവുള്ള ആളാണ്. നമ്മുടെ വടക്കൻ പാട്ടുകളെക്കുറിച്ച് വ്യക്തമായ അറിവുള്ള ആളാണ്. സാഹിത്യത്തെക്കുറിച്ച് വ്യക്തമായ അറിവുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ വടക്കൻ ഭാഷയിലാണ് ഡയലോഗുകളൊക്കെ. ഒരുപക്ഷെ മലയാള സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും വടക്കൻ പാട്ട് വടക്കൻ ഭാഷയിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ മലയാളം സബ്ടൈറ്റിലും കൊടുക്കുന്നുണ്ട്. മലയാള സിനിമയ്ക്ക് മലയാളം സബ്ടൈറ്റിൽ. അത് നമ്മൾ ഒരുപക്ഷെ മധ്യ തിരുവിതാംകൂറുകാർക്കൊക്കെ മനസ്സിലാക്കണമല്ലോ.
സ്പീഡിൽ ഒരു കാര്യം ചോദിച്ചാൽ പോലും ചിലപ്പോൾ പെട്ടെന്ന് അവർക്ക് മനസ്സിലായി. ചില വാക്കുകൾ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ, ചരക്കണം എന്നൊരു വാക്കുണ്ട്. ചരക്കണം എന്ന് വെച്ചാൽ സൂക്ഷിക്കണം എന്നാണ്. ഓ അത് ശരി. അപ്പം പറയുന്ന സബ്ടൈറ്റിൽ വേണം. അങ്ങനെ അപ്പം മലയാള ഭാഷയുടെ, പ്രത്യേകിച്ച് പ്രാദേശിക ഭാഷയുടെ ഇമ്പോർട്ടൻസ് നമ്മൾ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സംസ്കാരം ഈ പ്രാദേശിക ഭാഷകൾ ഇല്ലാതാവുന്നതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പോകുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. ഇതിനൊരു സ്നിഗ്ധതയുണ്ട്, ഈ ഭാഷയ്ക്കും അവരുടെ സംസ്കാരത്തിനും ഒരു പ്രത്യേക, ഇവിടെ ഇല്ലാത്തത് അവിടെയുണ്ട്. ചെറിയൊരു സ്ഥലമാണ് നമ്മുടെ നാടെങ്കിലും. എനിക്കറിയാം, കണ്ണൂർ ഒരുപാട് സ്നേഹമുള്ള നല്ല ആതിഥേയത്വമുള്ള നല്ല ആൾക്കാരാണ്. ഈ ഭാഷയ്ക്ക് ഒരു സുഖമുണ്ട് കേൾക്കാൻ. പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിച്ചിരിക്കണം, കിഞ്ഞി പാഞ്ഞിനിന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് വടക്കൻ ഭാഷയിൽ വരുമ്പം രസമാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അറ്റംപ്റ്റാണ്, ഒരു അത്തരത്തിലുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റാണ്. അറ്റംപ്റ്റ് എന്ന് പറഞ്ഞപ്പോഴാണ് ചേട്ടൻ്റെ എല്ലാ സിനിമകളും ഒരു അറ്റംപ്റ്റ് ആണെന്ന് തോന്നുന്നു. എനിക്ക് ഒറ്റാൽ എന്ന സിനിമ കണ്ടപ്പോൾ വളരെ വളരെ വിഷമം തോന്നി. കാര്യം ജനങ്ങളിലേക്ക് എത്തിയില്ല ആ സിനിമ. അങ്ങനെ അതെന്തുകൊണ്ട്? അതിനൊരു മാർക്കറ്റിംഗ് ഇല്ലാത്തതുകൊണ്ടാണോ? എന്തുകൊണ്ടാണ് അങ്ങനെ? നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇന്ന് ഞാൻ കാണുന്ന ഒരുപാട് കോളേജുകളിലൊക്കെ ഞാൻ ഇതിൻ്റെ അവയർനെസ് പ്രോഗ്രാമായിട്ട് പോകുന്നു. ഒരുപാട് പേര് ഒറ്റാൽ കണ്ടിരിക്കുന്നു. പക്ഷെ സിനിമ തിയേറ്ററിൽ പോയി കാണുന്നതാണ് സിനിമ കാണുന്നതെന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ വേറൊരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം സിനിമാ തിയേറ്ററിൽ ഈ സിനിമ ഓടാതിരിക്കുകയും പിന്നീട് ഫെസ്റ്റിവലിലും അല്ലാതെയും ഈ സിനിമ അവർ കാണുകയും ചെയ്തു. പ്രശസ്തിയുടെ നെറുകിലെത്തി. പക്ഷെ ഒരു സിനിമ കാണേണ്ട രീതിയിൽ ജനങ്ങൾ കണ്ട് ആസ്വദിക്കുമ്പോൾ അതിൻ്റെ ഒരു സംതൃപ്തി വേറെയാണ്. അത് സത്യമാണ്. പക്ഷേ ഇങ്ങനെ ഉള്ളൊരു സീരിയസ് സിനിമ സാധാരണ തിയേറ്ററുകളിൽ ഫുൾ ഹൗസായിട്ട് പോകുന്ന കാലമാണ് നമ്മുടെ സ്വപ്നം, നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. അതുണ്ടാവും. കാരണം ലോകത്തിൽ എല്ലായിടത്തും അവാർഡുകളും അംഗീകാരങ്ങളും കിട്ടുന്ന അവരുടെ പബ്ലിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ പബ്ലിസൈസ് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൈറ്റീരിയയാണ് ഇത്രയും അവാർഡുകൾ കിട്ടി, ഈ സിനിമ കാണാൻ വരണം എന്നാണ് അവർ പരസ്യം ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ അവാർഡ് കിട്ടി എന്ന് പറഞ്ഞാൽ തിയേറ്ററിലോട്ട് ആരും വരത്തില്ല. കാരണം അതൊരു മൈനസ് പോയിന്റ്. ആരും കാണാത്ത സിനിമയാണോ ഇത് അവാർഡ് പടമാണ് എന്ന് പറഞ്ഞ് മാറും. കാരണം അങ്ങനെ ഒരു, പക്ഷെ അത് മാറും. നമ്മുടെ യങ്സ്റ്റേഴ്സ് കുറെ കൂടെ അവർ തേടിപ്പിടിച്ച് ഒറ്റാൽ കാണുന്നു. എനിക്കതാണ് ഇഷ്ടപ്പെട്ടത്. കാരണം ആദ്യ ദിവസങ്ങളിലൊന്നും സാധാരണ റിലീസ് ചെയ്തപ്പോൾ ആളില്ലായിരുന്ന കോട്ടയത്ത് പോലും എൻ്റെ അമ്മയൊക്കെ കാണാൻ പോകുന്ന 12 പേരുണ്ട്, 13 പേരും ഉണ്ടായിരുന്നെന്ന് പറയും തിയേറ്ററിൽ. പക്ഷേ ഫെസ്റ്റിവലിൽ നമ്മളവിടെ ആ പടം കാണിച്ചപ്പോൾ ഒരു ഷോ കൂടാതെ ഒരു എക്സ്ട്രാ ഷോയുടെ വെക്കേണ്ടി വന്നു. അത്രയും തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അത് മതി. അപ്പോൾ നമുക്ക് ആൾക്കാരിലെത്തിയാൽ മതി എങ്ങനെയാണുള്ളത്. നമുക്കിപ്പോൾ ആദ്യത്തെ ഈ കൊമേഴ്ഷ്യൽ തിയേറ്ററിൽ ഇല്ലെങ്കിൽ കൂടെ ആൾക്കാർ തേടി പിടിച്ച് കണ്ടോട്ടെ. സിനിമയുടെ ഒരു പെർഫെക്ഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ ഒറ്റാൽ തന്നെ ഓർമ്മിക്കുകയാണ്. ആ ഒരപ്പൂപ്പൻ ഇരുന്ന് മീൻ പിടിക്കുന്നതും ആ കുട്ടിയും മുത്തശ്ശനും തമ്മിലുള്ള ജീവിതം, ആ താറാവ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തുഴഞ്ഞ ആ കുട്ടിയെ വിട്ടു പോകുമ്പോഴുള്ള ഒരു സീനൊക്കെ എപ്പോഴും ഇങ്ങനെ ഓർക്കുമ്പോൾ നമ്മൾ വല്ലാത്തൊരു ഫീലാണ്. അപ്പം ഇത്തരം ആൾക്കാരെ തിരഞ്ഞെടുത്തു കഴിഞ്ഞ് ഗ്രൂം ചെയ്ത് അവരെ അഭിനയിപ്പിക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണ്? ഒരു ബുദ്ധിമുട്ടില്ല, എനിക്ക് എളുപ്പമാണ്. അറിയുന്നവരെ പഠിപ്പിക്കാനാണോ ബുദ്ധിമുട്ട്? അത് പ്രശ്നമാണ്. അറിയുന്നവരെ അല്ലെങ്കിൽ ഒരുപാട് കാലമായിട്ട് അഭിനയിക്കുന്നവരെ അവരുടെ ഓരോന്നായിട്ട് അവരെ അഴിച്ചു കളഞ്ഞ് അവരെ സാധാരണ മനുഷ്യരാകാനാണ് ബുദ്ധിമുട്ട്. സാധാരണക്കാരെ പെട്ടെന്ന് മോൾഡ് ചെയ്യാൻ ഓരോ വ്യക്തിയും ഇപ്പം നമ്മൾ കഥാപാത്രത്തിന് അനുയോജ്യമായവരെ കാസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു. ഇപ്പോൾ വല്യപ്പച്ചായി മീൻപിടുത്തക്കാരൻ ആണ് അതിലൊരു. ഞാൻ സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടി ലൊക്കേഷനിലേക്ക് പോകുമ്പോഴേ ഞാൻ പ്രൊഡക്ഷൻ മാനോട് പറഞ്ഞു, നമ്മൾക്ക് ആരാണോ നമ്മളെ സിനിമയിൽ അഭിനയിക്കേണ്ടത് അവരെ നമുക്ക് കണ്ടെത്താൻ പറ്റും, നമ്മളിലേക്ക് വരും അവർ. അപ്പോൾ അവർ ചിരിച്ചു. പക്ഷെ വന്നു. ഞങ്ങൾ വേമ്പനാട്ട് കായലിലേക്ക് ഇറങ്ങുന്ന ഒരു എന്താണ് ഏറ്റവും എക്സ്പാൻസ് ഉള്ള കായലിൻ്റെ ആ പൊസിഷനിൽ ഞങ്ങൾ ബോട്ടിൽ ഇങ്ങനെ തിരിയുമ്പോൾ കണ്ടു ദൂരെ നിന്ന് ഒരാൾ തുഴഞ്ഞു വരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് ശ്രദ്ധിച്ചു. ഞങ്ങൾ ബോട്ടിൽ കൊണ്ട് തിരിഞ്ഞു. അപ്പോഴാണ് ഒരു മീശയൊക്കെയുള്ള നമ്മളുടെ കഥാപാത്രത്തിന് ഏറ്റവും അനുയോജ്യം തോന്നുന്ന ഒരാൾ, സീരിയസ് ആയ ഒരു. അപ്പോൾ ഞാൻ ബോട്ട് നിർത്താൻ പറഞ്ഞു. അദ്ദേഹത്തിനെ വിളിച്ച് ചോദിച്ചു, അങ്ങനെ കൊണ്ടുപോകണം. അപ്പോൾ ഇത് എനിക്കത്ര ഉറപ്പുണ്ട്, നമ്മളുടെ സിനിമ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ മതി, വരും, അവർ വന്നോളും ഓരോരുത്തരായിട്ട്. പിന്നെ അവരെ എങ്ങനെ അഭിനയിപ്പിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആയാസകരമായ ജോലിയല്ല, വളരെ എളുപ്പം. എനിക്ക് അവരുടെ ആ സെറീനായിട്ടുള്ള അല്ലെങ്കിൽ അവരിലുള്ള
നിഷ്കളങ്കത, അവരിലുള്ള സ്വന്തം എല്ലാ മനുഷ്യനും ഓരോ തരത്തിലുള്ള ജസ്റ്റേഴ്സ് ഉണ്ട്, അവരുടെ മോഡുലേഷൻ അവരുടേതായിട്ടുള്ളതുണ്ട്. അതിനെയൊക്കെ ശല്യപ്പെടുത്താതെ നമ്മളങ്ങ്. പിന്നെ ഇന്നത്തെ ജീവിതശൈലിക്ക് അല്പം അഭിനയം ആവശ്യമാണ് എല്ലാവർക്കും. ഈ അഭിനയിച്ചും തോന്നിപ്പിക്കാതിരിക്കുക, അതാണ് നമ്മളുടെ ജോലി. അഭിനയിച്ചു എന്ന് തോന്നിയാൽ പോയി. പക്ഷെ അങ്ങനെ തീരെ അഭിനയിക്കാത്ത സാധാരണക്കാർ വരുമ്പോൾ ഒരു എക്സാജറേഷൻ ആവില്ലേ ശരിക്കും? അങ്ങനെ ആ സിനിമ കണ്ടപ്പോൾ തോന്നിയോ? ഇല്ല, അതാണ് ഞാൻ അല്ല അതാണ് ഞാൻ ഗ്രൂം ചെയ്തോ, ഇത് എത്രത്തോളം ബുദ്ധിമുട്ടി എന്നൊക്കെ ഞങ്ങൾ കുഴയും. അങ്ങനെ അവരെ മോൾഡ് ചെയ്യാൻ നോക്കിയാൽ കുഴയും. ഞാൻ വല്യപ്പച്ചായോട് ചേട്ടാ അവിടെ ഇരുന്നോളാൻ പറഞ്ഞിരുന്നു, ഇങ്ങോട്ട് പോന്നു, ഇതൊന്ന് പറഞ്ഞു. അത് അവരുടെ ഭാഷയിലും അവരുടെ രീതിയിലും പറയുന്നുള്ളൂ. നമ്മളതിനെ അതുപോലെ അത് സിങ് സൗണ്ടും കൂടെയാണ്. അവർ വേറെ ശബ്ദമൊന്നുമല്ല, അവരുടെ ശബ്ദം തന്നെയല്ലേ. അപ്പോൾ അത് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കുക, അവർ റിലാക്സ് ചെയ്യിപ്പിക്കുക. ഒരിക്കലും ഇത് അഭിനയിക്കുകയാണ്, ക്യാമറയുണ്ട്, അല്ല കുറേ ആൾക്കാർ ഇതിങ്ങനെ വലിയൊരു ഒന്നുമില്ല. ചേട്ടനെ സാധാരണ ജീവിതത്തിലേക്ക് നമ്മൾ വീണ്ടും വഴിതിരിച്ചു വിടുക. പക്ഷേ അവർ പോകുന്ന വഴിയിൽ നമ്മളുടെ കഥയും നടക്കുന്നുണ്ടെന്ന് മാത്രം. നമ്മളിതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ആർട്ടിസ്റ്റിനെ കിട്ടി അഭിനയിപ്പിച്ചു സിനിമ. ബട്ട് ഈ സിനിമ ആർട്ടിസ്റ്റിനെയൊക്കെ കിട്ടുന്നതിന് മുമ്പ് സംവിധായകനും സിനിമയുമായി ഒരു കമ്മ്യൂണിക്കേഷനുണ്ട്, ഒരു താതാത്മ്യം പ്രാപിക്കുക, അല്ലെങ്കിൽ ഒരു അങ്ങോട്ട് ഇതാണ് എൻ്റെ സിനിമ, ആ സിനിമയിലെത്തി ആ ഒരു കാലം എങ്ങനെയാണ്? എത്രത്തോളം ടെൻഷനുണ്ട് ആ സമയം? ഒറ്റാലിൻ്റെ ആണോ? ഏത് സിനിമയായാലും ഒരു സംവിധായകൻ. കാരണം എനിക്ക് ഒറ്റാല് വന്നത് ഒരു ഫോട്ടോഗ്രാഫ്, ഒരു പത്രത്തിൽ വന്ന ഫോട്ടോഗ്രാഫ് ആരോ കൊണ്ട് കാണിക്കുന്നു അടുത്ത വീട്ടിൽ. ആ ഫോട്ടോഗ്രാഫിൽ നിന്ന് ഇതൊരു സിനിമയ്ക്കുള്ള മുഖം അല്ല ഫോട്ടോഗ്രാഫ് തോന്നുന്നു. അപ്പോൾ ഒരു ചങ്ങാടത്തിൽ കുറേ ആടുകളുമായിട്ടൊരു കൊച്ചുകുട്ടി അവനിങ്ങനെ തുഴഞ്ഞു പോകുന്ന ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള അവൻ്റെ മുഖം. അപ്പോൾ ഇതൊരു സിനിമയാണ്, മനസ്സിലിങ്ങനെ കുറേശ്ശെ കയറുന്നു. അപ്പോൾ എന്നോ വായിച്ച വാങ്ക് കണക്ട് ചെയ്യുന്നു. അതിൽ വരാവുന്ന താറാവുകാരുടെ ജീവിതം മനസ്സിലേക്ക് വരുന്നു. ഇങ്ങനെ കുറേശ്ശെ ആയിട്ടൊരു പ്രോസസ്സ് ഇങ്ങനെ നടക്കുക. അപ്പോൾ ചെറിയ ബ്രോക്കൺ നോട്ട്സ് എഴുതി പതുക്കെ ഇങ്ങനെ നമ്മൾ എഴുതി തുടങ്ങും. ഇത്തരം എഴുത്ത് വീട്ടിലിരിക്കുമോ അതോ വീട്ടിലിരുന്ന് ചെയ്യുള്ളൂ. എന്നിട്ട് എൻ്റെ ഭാര്യ വീട് പെരിന്തൽമണ്ണയിലാണ്. ഞാൻ കൂടുതൽ സമയം മോൻ അവിടെ പഠിക്കുന്നുണ്ട്, അവിടെയാണ്. കോട്ടയത്തെ വീട് മിക്കവാറും അടച്ചിട്ടിരിക്കുക. അപ്പോൾ ഞാൻ ചിലപ്പോൾ എഴുതാനും കോട്ടയത്തെ വീട്ടിൽ വരും. അവിടെ ആകുമ്പം വേറെ ശല്യമൊന്നുമില്ല, അങ്ങനെ ഇരിക്കാം. ഒരു 10 ദിവസത്തിന് താഴെ എടുത്തുള്ളൂ ഞാൻ അന്ന് ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ്. അത് കഴിഞ്ഞ് വായിക്കാൻ കൊടുക്കും. ഇപ്പം സബിത അല്ലെങ്കിൽ വേറെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കൊടുത്ത് അവരുടെ ഒരു സജഷൻ ചോദിക്കും. ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ കഴിയുന്നതും ഈ ഫസ്റ്റ് ഡ്രാഫ്റ്റ് തന്നെ ഒരു പരിധിവരെ ഓൾമോസ്റ്റ് ഒക്കെ ഉണ്ടാവും തോന്നുന്നു. കാരണം ചിലത് മാത്രമേ ഉള്ളൂ മാറ്റേണ്ടി വരുള്ളൂ. അപ്പോൾ ഇതിൽ ഒറ്റാലിൽ ഇവരൊക്കെ വായിച്ചവരൊക്കെ ഇങ്ങനെ കണ്ണു നിറഞ്ഞ് എഴുന്നേക്കുന്നത് കണ്ടു. അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ മാനേജരും അവരെല്ലാം അവർക്ക് പറയാൻ പറ്റുന്നില്ല, ഒരു വിങ്ങലുണ്ട് കഥ വായിക്കുമ്പോൾ കാണുമ്പോൾ അറിയാം അവരെ. അപ്പോൾ അവർ പറഞ്ഞു സാർ ഒന്നും ചെയ്യാനില്ല, ഇതങ്ങ് ഷൂട്ട് ചെയ്താൽ മതി. അവാർഡിന് ആ സിനിമ കണ്ടപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മ, ഇരുട്ടത്താണല്ലോ ഇരുന്ന് കാണാം. അതും 9 പേര് അവിടെ ഇരുന്ന് കാണാം. ആ കുട്ടി കത്തെഴുതിയപ്പോൾ എവിടെയോ ഇരുന്ന് ഭദ്രൻ സാർ ഇരുന്ന് എത്ര ഉറക്കെയാണ് പറഞ്ഞത്. ഞാൻ പരിസരം വിട്ട് നിലവിളിച്ചു എന്നല്ലേ പറഞ്ഞു, ബട്ട് എങ്ങനെയോ എന്തോ ഒരു ശബ്ദത്തിൽ പ്രതികരിച്ചു. ഇപ്പോഴും ആ ഒരു സീനൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. ഒരു സിനിമയെക്കുറിച്ചൊക്കെ ഇങ്ങനെ വാതോരാതെ സംസാരിക്കണമെങ്കിൽ ആ സിനിമയുടെ റീച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. എത്രത്തോളം മാർക്കറ്റിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, എത്രത്തോളം മാർക്കറ്റിംഗ് ചെയ്യാൻ ഒരു പ്രൊഡ്യൂസർ വരും? മാർക്കറ്റിംഗ് അതൊരു വലിയ ടോപ്പിക്കാണ്. കാരണം ഇങ്ങനെയുള്ള സിനിമ മാർക്കറ്റ് ചെയ്യാൻ അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേക ഒരു വഴിയുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ദേശാടനം ചെയ്യുന്ന സമയത്ത് ഞാൻ അന്ന് സിദ്ദിഖ് ലാലും അങ്ങനെയുള്ള കുറേ ഡയറക്ടേഴ്സൊക്കെ ചേർന്നിട്ടൊരു പാറ്റേൺ അന്ന് ഫോം ചെയ്തു തന്നു. ഒരു വലിയ ടെക്നിക്കായിരുന്നു അന്ന്. ഗുഡ് നൈറ്റ് മോഹനാണ് ഞങ്ങൾക്ക് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അന്നത്തെ സൂപ്പർ സ്റ്റാർസ് മുഴുവൻ ഹെൽപ്പ് ചെയ്തു. ആ പോസ്റ്റേഴ്സിൽ അവരുടെ പടം വെച്ചിട്ട് നമ്മൾ പരസ്യവാചകം കൊടുത്ത് ആ സിനിമ വലിയ ഹിറ്റാക്കി മാറ്റുകയായിരുന്നു. അതുപോലെ ഒറ്റാല് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റിയേക്കാം. പക്ഷേ അത് ദേശാടനം കുറച്ചുകൂടെ എക്സ്പ്ലിസിറ്റ് ആയിരുന്നു. കാരണം ഇമോഷൻ പാട്ടുകളിലൂടെ കുറേ കൂടെ സാധാരണ മനുഷ്യരിലെ അവരെ ഇഷ്ടപ്പെടുത്തുന്ന കുറേ എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇത് കുറച്ചുകൂടെ സട്ടിലാണ് നമ്മൾ ഒറ്റാല് വരുമ്പോഴേക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആ സംശയം. പിന്നെ ഡ്യൂറേഷൻ
90 മിനിറ്റ് താഴെയുള്ളൂ. താഴെയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ് കുറവുള്ള സിനിമയാണിത്. അതെ അതെ. ബട്ട് ഇതൊരു കാലം വരും, എനിക്ക് തോന്നുന്നു 5-10 വർഷത്തിന് ഉള്ളിൽ നമ്മളുടെ ഇതുപോലുള്ള എക്സ്പെരിമെൻ്റൽ സിനിമയും കൊമേഴ്ഷ്യൽ മെയിൻ സ്ട്രീമിൽ നന്നായിട്ട് ഓടുന്ന ഒരു കാലം വരുമെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ, ഇന്ന് ആ കാലം വന്നിരിക്കുന്നു. ഓൾഡ് ഏജ് ഹോം, മുക്കിന് ഓൾഡ് ഏജ് ഹോമുണ്ട്. ഈ ഓൾഡ് ഏജ് ഹോമൊന്നും അധികം ഈ കേരളത്തിൽ ഇല്ലാത്ത കാലത്താണ് അങ്ങനെ ഒരു സിനിമ ചെയ്തത്. ഇന്ന് അതൊരു കുറ്റമായിട്ട് മക്കളെയും പറയാൻ പറ്റില്ല, അതൊരു വിധിയായിട്ട് ആരെയും പറയാൻ പറ്റില്ല. പക്ഷേ എവിടേക്കോ സംഭവിക്കുന്നുണ്ട്. എങ്ങനെ അന്ന് ആ സിനിമ ചെയ്തപ്പോൾ ഉള്ള ഒരു ഫീൽ എന്തായിരുന്നു? ഇതെന്തെങ്കിലും സംഭവിക്കും, ഇതിന് വിദൂരത്തല്ല എന്ന് ചേട്ടനെന്ന് തോന്നിയിരുന്നു. കാരണം കരുണം ആണ് ആ സിനിമ. അതെ, കരുണം ഞാൻ ചെയ്യാൻ കാരണം തിരുവല്ലയിലൊരു ഹോസ്പിറ്റലിൽ ഞാൻ പോയപ്പോൾ അവിടുത്തെ 5 സ്റ്റാർ മോർച്ചറി ഉണ്ട് അവിടെ. അപ്പം ആ മോർച്ചറിയിൽ 5-6 മൃതദേഹങ്ങളൊക്കെ സൂക്ഷിച്ചു നോക്കാം. ഫുൾ ലൈറ്റ്, നമ്മളെ ലൈറ്റപ്പ് ചെയ്യാം, മ്യൂസിക് ഉണ്ട്, അങ്ങനെയൊക്കെ ഭയങ്കര. കാരണം അതെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മോർച്ചറിയിൽ മൃതദേഹങ്ങൾ കാത്തു കിടക്കുക മക്കൾ വരാൻ. അമേരിക്കയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉള്ള മക്കൾ വരാൻ. ഇന്റർവ്യൂ ആണ്, എനിക്ക് അപ്പോൾ അച്ഛൻ്റെ മൃതദേഹം അകത്ത്, അമ്മച്ചി പുറത്ത് വെയിറ്റ് ചെയ്യുന്നു, കാത്തിരിക്കുന്നു, മഴ പെയ്യുന്നു. അതാണ് കരുണത്തിൻ്റെ തുടക്കം. ഈ കാത്തിരിപ്പാണ്, മക്കൾ വരും എന്നുള്ള പ്രതീക്ഷ. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഇന്ന് പലയിടത്തും സംഭവിക്കുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ പല നമ്മൾ ജീവിതത്തെ നോക്കി കാണുന്ന രീതിയൊക്കെ മാറ്റം വന്നിരിക്കുന്നു. അതിൽ നമ്മൾ ഉപേക്ഷിക്കുന്നത് നമ്മളുടെ ഭാഷ. മലയാളികളാണ് ഏറ്റവും കൂടുതൽ ഭാഷ ഉപേക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അതൊരു കുറച്ചിലായിട്ട് കാണുന്നത്. സത്യം. അല്ല, അതിന് കൂടെ നിൽക്കുന്ന അധ്യാപകരൊന്നുണ്ടല്ലോ. കുട്ടി മലയാളം സംസാരിച്ച ഇമ്പോസിഷൻ എഴുതാനും അവരെ മാക്സിമം ശിക്ഷിക്കാനുള്ള ടീച്ചേഴ്സും നമുക്കുന്നുണ്ട്. മലയാള ഭാഷ നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഒരു സംസ്കാരവും നഷ്ടപ്പെടുകയാണ് ആ കൂട്ടത്തിൽ. സംസ്കാരം നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തൂടെ ഊർന്നു പോകുന്നവരാണ് മാതാപിതാക്കളും കാരണന്മാരും എല്ലാം. അപ്പോൾ അത് ഇല്ലാതാകുന്നതിലൂടെ അപ്പം ഒരു വലിയൊരു നമുക്ക് ഒരിക്കലും ഫില്ല് ചെയ്യാൻ പറ്റാത്തൊരു ഗ്യാപ്പിലേക്ക് അത് പോകുന്നത്. അപ്പോൾ അവിടെ ഇതൊക്കെ സംഭവിക്കാം. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ഓൾഡ് ഏജ് ഹോം ഉണ്ടെങ്കിൽ അവിടുത്തെ വൃദ്ധജനങ്ങളിൽ ട്യൂൺഡാണ് അങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ വരാനായിട്ട്. അവർ പലപ്പോഴും പൈസ മാറ്റി വെക്കും, മക്കളും അങ്ങനെയൊക്കെയാണ്. അവരും അവരുടെ അച്ഛനോട് അമ്മോടും അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇവിടെ അതല്ല. അതുവരെ ഉണ്ടായിരുന്ന വലിയൊരു സ്ട്രിങ് ഓഫ് ജനറേഷൻ ഉണ്ട്. ഒരുപാട് അപ്പനപ്പന്മാരായിട്ട് അവരുടെ വീടും അവരുടെ ഓർമ്മകളും അവരെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഓൾഡ് ഏജിലേക്ക് ആക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക. ചിലരെ അറിയാതെയാണ്, അവർ പോലും അറിയുന്നില്ല ഇന്ന് ഞാൻ ഓൾഡ് ഏജ് ഹോമിലോട്ട് പോവാണ്, ഇന്ന് പോവാം എന്ന് പറഞ്ഞ് മക്കൾ കൊണ്ടുപോയി അവിടെ ചെന്ന് ആക്കുകയും വരാമെന്ന് പറഞ്ഞ് പിന്നെ വരാതിരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വായിക്കുമ്പോഴാണ് അത് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരുന്നു. 2000 ആ സിനിമ ചെയ്യുമ്പോൾ 16 കൊല്ലം കഴിയുമ്പോൾ കേരളം എത്രമാത്രം അതിൽ ഫ്ലറിഷ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പായില്ല. ഒരുപാട് വളർന്നു. നമ്മൾ ശാന്തത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, നമ്മൾ അതിൻ്റെ പേരിൽ വെട്ടിമരിക്കുന്ന മക്കൾ, അതിൽ സഫർ ചെയ്യുന്ന അമ്മയും ഭാര്യമാരും ഒക്കെ, അതിനെക്കുറിച്ച് അന്ന് നമ്മൾ 2001 പറയുന്നത്. ഇപ്പോഴും എല്ലാ കൊല്ലവും കണ്ണൂരും തലശ്ശേരിയിലും അവിടെയൊക്കെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാകുമ്പോൾ അന്ന് റെഫറൻസായിട്ട് ശാന്തം സിനിമ പറയാറുണ്ട്. പക്ഷേ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. പക്ഷേ